കമ്പോസ്റ്റിനൊക്കെ എന്താ വിലയല്ലേ? എന്നാൽ 5 പൈസ മുടക്കില്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളി കമ്പോസ്റ്റ് എങ്ങനെയാ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ? ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. എല്ലാ വർഷവും ഈ ഒരു സമയമാകുമ്പോഴത്തേന് എൻ്റെ വീട്ടിൽ ഓവർഫ്ലോ ആയിട്ട് എൻ്റെ കമ്പോസ്റ്റ് ബിന്നും മാറാറുണ്ട്. പിന്നെ അതിനെ മൊത്തത്തിലെടുത്ത് ഇളക്കി മാറ്റിയിട്ട് വളം മുഴുവനും എടുത്തിട്ട് എനിക്ക് ചെടികൾക്ക് ഇടാൻ പാകത്തിന് കിട്ടാറുണ്ട് കേട്ടോ. ഇതുകൊണ്ട് ഞാൻ എൻ്റെ ചെടികൾക്ക് മാത്രമല്ല പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഒരു വർഷം എനിക്ക് കുറച്ചേറെ കമ്പോസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട വന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഗ്രീൻ ഹൗസും ഗാർഡൻ ബെഡും ഒക്കെ ആയിട്ട് കുറച്ച് നമ്മുടെ ഗാർഡൻ കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. പക്ഷേ അടുത്ത പ്രാവശ്യം എന്താ പറയുക, എനിക്ക് ഇതുപോലെ വാങ്ങിക്കേണ്ട ഒരവസ്ഥ വരത്തില്ല. കാരണം ഇതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളില്ലേ, അതായത് ഫുഡ് ഉണ്ടാക്കുന്ന പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ്, അതേപോലെ നമ്മുടെ ഗാർഡനിൽ ചെടികളുടെയും പച്ചക്കറികളുടെയൊക്കെ ഇളക്കി മാറ്റുമ്പോഴത്തേന് അതിൻ്റെ തണ്ട്, അതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിമുറിച്ച് കമ്പോസ്റ്റ് ബിന്നിനകത്തിലോട്ട് കൊണ്ടിടും. അതേപോലെ കരിയില, തൂത്തുവാരുന്ന കരിയില, കാർഡ്ബോർഡ്, ഇതിനെയൊക്കെ ഒന്ന് മുറിച്ച് പീസസ് ആക്കിയിട്ട് അതിനകത്തിലോട്ട് ഇടുക. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. 1 മാസത്തിലൊരിക്കലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലൊരു എയറേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേന് ഒരു വിൻ്റർ പീരീഡ് കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല അടിപൊളി കമ്പോസ്റ്റ് കിട്ടും.